അധോലോകം എന്ന് പറഞ്ഞത് അധോലോകക്കാരുമായിട്ട് ഞാൻ കണ്ടുമുട്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് 17നും 17ക്കും ഇടയ്ക്കുള്ളൊരു വയസ്സ് സമയം. അവിടെ പോയത് ബേസിക്കലി എൻ്റെ അമ്മാവൻ ഒരാളുണ്ടായിരുന്നു നേവിയിൽ. അപ്പം മൂപ്പരുടെ കൈ പോലെ പിടിച്ചിട്ട് എങ്ങനെയും 10ാം ക്ലാസ് തോറ്റിട്ടുള്ള ആ ഒരു ഇതേ ഉള്ളൂ. കമ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ അന്ന് അതൊരു തോറ്റ പോലെ തന്നെയാണ്, ഗവൺമെൻറ് ജോലി മാത്രമേ കിട്ടൂ. അപ്പോൾ അവിടെ പോയി നിൽക്കാമെന്ന് പറഞ്ഞാൽ പക്ഷേ ആ അമ്മാവൻ പോലും നമ്മളെ അക്സെപ്റ്റ് ചെയ്തില്ല. പിന്നെ വേറൊരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആയിട്ടുള്ള കുട്ടമ്മ എന്ന് പറയുന്ന അച്ഛൻ്റെ അനിയൻ്റെയൊക്കെ ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവ്, അങ്ങനെയൊക്കെ അവരുടെ ഹോട്ടലിലൊക്കെ താമസിച്ച് പിന്നെ ഒരു 1-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് എൻ്റെ ചെറിയച്ഛൻ പട്ടാളത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ യൂണിറ്റിലൊരു വേക്കൻസി ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ പോയി ആ വേക്കൻസി കറക്റ്റ് ഡിമാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ റിക്വയർമെൻ്റ് ആയിട്ടുള്ള ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ്, കോട്ടും കഴിഞ്ഞപ്പം ടെസ്റ്റ് പാസ്സായി. അങ്ങനെയാണ് പട്ടാളത്തിൽ പോകുന്നത്. പിന്നെ അധോലോകം എന്നുള്ളത് ഈ ഹോട്ടലിലുള്ള സമയത്ത് ഒരു പ്രാവശ്യം കുറേ ആൾക്കാർ ഒരു രാത്രിയിൽ വന്ന് ശാപ്പാട് കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ പോയ സമയത്ത് ആ ലാസ്റ്റ് പോയി എൻ്റെ തോളത്ത് ഞാൻ തട്ടിട്ട് പറഞ്ഞിട്ട് പൈസ എഴുതുന്നത്. അപ്പം അയാൾ എന്നെ നോക്കി, ഹോട്ടലുകാരും എല്ലാവരും, അപ്പം അമ്മാവനില്ല അവിടെ, ഹോട്ടലുകാരും എല്ലാവരും നോക്കി അത് ഒറ്റയ്ക്കൊന്നും കൊടുക്കേണ്ട നിൽക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഹോട്ടലുകാരുടെ വെയിറ്റേഴ്സിൻ്റെയൊക്കെ വല്ല സെറ്റപ്പായിരിക്കും. അമ്മാവൻ വന്ന് പറയാമെന്ന് വിചാരിച്ച് പിറ്റേ ദിവസം അമ്മാവൻ്റെ അടുത്ത് പറയാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം എനിക്ക് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഈ ആ വയസ്സായിട്ടുള്ള ആൾ, വയസ്സല്ല നല്ലൊരു ആചാരമായിട്ടുള്ളൊരു മനുഷ്യൻ തിരിച്ചു വന്നിട്ട് എന്നെ നോക്കിയിട്ടൊന്ന് ചിരിച്ചിട്ട് പോയി. അത്രയേ ഉള്ളൂ. പക്ഷെ പിന്നീട് എന്ന് പറഞ്ഞാൽ അതൊരു ഉടക്കോ അങ്ങനെ അല്ലെങ്കിൽ ആൾ ആരാണെന്ന് അറിഞ്ഞെങ്കിൽ ചിലപ്പോൾ നമ്മളന്ന് തൊടില്ലായിരുന്നു. ഇതാണ് ഈ ഗുണ്ടാസൊക്കെ ഇങ്ങനെ സർവൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേര്, അവരാദ്യം 1-2 ആൾക്കാരെ എവിടെയെങ്കിലും വെച്ച് തല്ല് കുത്തുകയെല്ലാം ചെയ്ത് കാണിക്കും. അവർക്ക് ഈ കുത്താനുള്ള അറപ്പ് മാറി, അങ്ങനെ അവൻ ഗുണ്ടേവാണ്. ആ പേര് കേട്ടിട്ട് നമ്മൾ മര്യാദയ്ക്ക് ജീവിക്കുന്നത് അവിട്ടേക്ക്, അങ്ങനെ ആ പേടിയിൽ അവർ ആ പേടിപ്പിച്ചിട്ടാണ് ഈ ഗുണ്ടാസ് അധോലോകമൊക്കെ ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു അടി കൊടുത്തു കഴിഞ്ഞാൽ അവൻ വീഴും. പക്ഷേ അവൻ്റെ ചുറ്റും നിൽക്കുന്ന പവർ കാരണമാണ് ആരും അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം അവനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാർ കൊട്ടേഷനായിട്ട് വന്നിട്ട് മറ്റുള്ളവരെ കൊല്ലുന്ന ആ ഭയമാണ്. അപ്പോൾ ഈ വന്ന ആൾ ആരാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഒന്നിനും പോവില്ല. പിന്നെ എമർജൻസി സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ പേപ്പറിൽ കണ്ടപ്പോഴാണ് അറിയുന്നത് കരീംലാലയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അന്ന് കരീംലാലെല്ലാം ഹാജി മസ്താൻ കരീംലാല എന്നൊക്കെ പറയുന്ന വരദരാജ മുതലിയാർ, ഈ ഒരു ഗ്യാങ് മാട്ടുങ്ങ കൊളിവാട സൈഡിലത്തെ അധോലോക നായകന്മാരാണ്. അന്ന് ഈ ദാവൂദൊന്നും ഇല്ല. അന്ന് ഹാജി മസ്താനായിരുന്നു ഗോൾഡ് സ്മഗ്ലിങ്ങിൻ്റെയൊക്കെ വലിയ ഇത്. വരദരാജ മുതലിയാർ അങ്ങേര് ടാക്സി ഗ്രൂപ്പ്, ആയിരക്കണക്കിന് ടാക്സികളുണ്ടായിരുന്നു. അപ്പോൾ ഈ എന്തെങ്കിലും അങ്ങേർക്ക് വന്ന് ഈ 1000 ഡ്രൈവേഴ്സിന് വന്നിറങ്ങും. അങ്ങനെയൊക്കെയുള്ളൊരു കാലമായിരുന്നു.